ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ സീരീസിലുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങൾ, മറ്റുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുടി കൊഴിയാതെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള എണ്ണമറ്റ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കറ്റാർ വാഴ. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ ശിരോചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. താരൻ, തലചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ അമിതമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രശ്നം മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മികച്ച പരിഹാരം കൂടിയാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ട് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ കറ്റാർ വാഴ നല്ലതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് വേണ്ടത്. ഉലുവ നമ്മൾ കഴുകിയിട്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കഠിനമായിട്ട് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് കുറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ഉപയോഗിക്കാവുന്ന നല്ലൊരു കാര്യമാണ് നമ്മൾ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ. ഉലുവയുടെ സത്ത് നമ്മുടെ മുടിയുടെ വേരുകളിലേക്ക് വളരെ വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിവുണ്ട്. അപ്പോൾ അതുതന്നെ നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് കേട്ടോ. തൈരിലേക്ക് ഞാൻ നമ്മുടെ ഉലുവ എടുത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി വേണം. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ കറിവേപ്പില സഹായിക്കും. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴ ലീഫിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തൈരും ഉലുവയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ഈ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ തരിയും കാര്യങ്ങളും ഉള്ളത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ പാക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഒരു 30 മിനിറ്റ് നേരം ഓയിൽ അപ്ലൈ ചെയ്ത് ആ ഒരു ബെനിഫിറ്റ്സൊക്കെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് കിട്ടിയതിന് ശേഷം വേണം നമ്മുടെ പാക്ക് ഇടാനായിട്ട്. പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർ അക്കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുടിയുടെ ബാക്ക് സൈഡിലും ഒക്കെ, സ്കാൽപ്പിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, മുടിക്ക് പോഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണിത്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. നമ്മുടെ കറ്റാർ വാഴയാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പം നീരിറക്കം കാര്യങ്ങൾ വരുന്നവരാണെങ്കിൽ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രം അപ്ലൈ ചെയ്ത് വേഗം വാഷ് ചെയ്ത് കളയാം. അല്ലാത്തവർക്ക് ഒരു 20-30 മിനിറ്റ് വരെയൊക്കെ വെച്ചിരിക്കാം. അത് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച്. എനിക്കും ചെറുതായിട്ട് നീരിറക്കമൊക്കെ വരാറുണ്ട്. നമ്മുടെ നെറുകയിൽ കൂടുതലായിട്ട് വെക്കാറില്ല, അല്ലാതെ ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇത് ഏത് പ്രായക്കാർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവരവരുടെ ശരീരസ്ഥിതി അനുസരിച്ച് നമുക്ക് എത്ര സമയം വെച്ചിരിക്കണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അടിപൊളിയൊരു ഹെയർ പാക്കാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ടൈം നിങ്ങൾ എന്ത് ഹെയർ പാക്കാണ് യൂസ് ചെയ്തത്, എന്ത് കോമ്പിനേഷനാണ് ട്രൈ ചെയ്തത് എന്നുള്ള കാര്യം വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.